പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കുട്ടികൾ പഠിക്കണവരും മറ്റൊരു ഈ പേരെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പോക്കറ്റിൽ നിന്ന് ഒരു 10 പൈസ എടുത്തൊരു മിഠായി വാങ്ങിക്കൊടുക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഇതാണ് 33 കൊല്ലത്തെ KSRTC സർവീസ്. കണ്ടക്ടറായാണ് തുടക്കം. ഇൻസ്പെക്ടറായി വിരമിച്ചു. നീണ്ട 3 പതിറ്റാണ്ടുകൾ KSRTCക്കായി മാറ്റിവെച്ച അംസയ്ക്ക് പക്ഷേ ഇന്ന് ആ ഒരു പരിഗണന ലഭിക്കുന്നില്ല. ആകെ ആശ്രയമായ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പലരും നമ്മളെ വിളിക്കുമ്പോൾ പറയും ആത്മഹത്യൻ്റെ വക്കത്താണ്, ഒരു രക്ഷയില്ല, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, റേഷൻ വാങ്ങാൻ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ വല്ലതും കഴിയെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ 4-5 ആളെ പോകണ ആളെ കാണാന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ചില്ലറ പൈസ കൊടുക്കും. അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. പണ്ടൊക്കെ KSRTCയിലെ ജോലി മോഹമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയുള്ള സാഹചര്യമല്ലെന്നും ഹംസ പറയുന്നു. ഒരാവശ്യം പറഞ്ഞ് നമ്മൾ ബാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റോ ചെല്ലുമ്പോൾ നമുക്കൊരു ലോൺ കിട്ടില്ല. കാരണം KSRTCയിലെ പെൻഷൻകാരനെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ മറ്റ് ആൾക്കാരുടെ ഇടയിൽ വളരെ മോശമായിട്ട് അവർ നമ്മളെ കാണുന്നത്. പലരും ആത്മഹത്യയുടെ വക്കിലെത്തിയ കഥകൾ വരെ ഹംസ പറഞ്ഞു. ജീവിതത്തിൻ്റെ നല്ല കാലം വളയം പിടിച്ചവരും ആനവണ്ടിക്കൊപ്പം സഞ്ചരിച്ചവരുമാണ്. ജോലിക്ക് ശേഷമുള്ള വിശ്രമ ജീവിതം ആഗ്രഹിച്ചവർക്ക് പക്ഷേ ജീവിതമേ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.